ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും സ്ഥിരം കേൾക്കുന്ന, എന്നാൽ പലപ്പോഴും ശരിക്കും മനസ്സിലാക്കാത്ത ഒരു വാക്കിനെക്കുറിച്ചാണ്. അതാണ് ലിബറലിസം. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരോ അല്ലെങ്കിൽ ഒരു പ്രത്യേക നിലപാടോ മാത്രമല്ല, മറിച്ച് കഴിഞ്ഞ 300 വർഷമായി നമ്മുടെ ലോകത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ നിയമങ്ങളെ ഒക്കെ രൂപപ്പെടുത്തിയ ഒരു വലിയ ആശയമാണ്. അപ്പം നമുക്ക് ഈ ആശയത്തിന്റെ കഥയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ലിബറൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് എന്താണ് ആദ്യം വരുന്നത്? ചിലപ്പോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചാവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ജീവിത രീതിയെക്കുറിച്ചാവാം, അല്ലേ? പക്ഷേ ഈ വാക്കിന് അതിലും ഒരുപാട് ആഴത്തിലുള്ള ഒരു അർത്ഥമുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും ഈ വാക്കിന്റെ അർത്ഥം? നമുക്ക് നോക്കാം. ലിബറലിസം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ ഒതുക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. അതൊരു വലിയ ചിന്താധാരയാണ്. കാലത്തിനനുസരിച്ച് മാറുകയും വളരുകയും ചെയ്തൊന്ന്. രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ തുടങ്ങി ഇന്നത്തെ നമ്മുടെ ഈ ആഗോളവൽക്കരിക്കപ്പെട്ട ലോകം വരെ നീളുന്ന ഒരു വലിയ യാത്രയാണത്. ഈ ഒരു ചിന്തയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു വാചകത്തിലാണ് സത്യത്തിലെല്ലാം തുടങ്ങുന്നത്. ലിബറലിസം എന്ന വലിയ ആശയത്തിന് തീ കൊളുത്തിയ ഒരു തീപ്പൊരിയായിരുന്നു ഇത്. ഓരോ മനുഷ്യനും വിലയുണ്ടെന്നും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ അവനവന് അവകാശമുണ്ടെന്നുമുള്ള ആ ഒരു വിപ്ലവകരമായ ചിന്ത. അപ്പോ എന്താണ് അടിസ്ഥാനപരമായി ലിബറലിസം? ലിബർ എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം തന്നെ സ്വതന്ത്രം എന്നാണ്. അപ്പോൾ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഇതിന്റെ കാതൽ. അതോടൊപ്പം തന്നെ നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നും ഭരണകൂടത്തിന്റെ അധികാരം പരിധിയില്ലാത്തതാകരുത്, അതിന് ചില നിയന്ത്രണങ്ങൾ വേണമെന്നും ലിബറലിസം പറയുന്നു. ലിബറലിസത്തിന്റെ കഥയിലെ ആദ്യത്തെ അധ്യായം നമുക്ക് തുടങ്ങാം. ഇത് പഴയ ലോകത്തിന്റെ അധികാരഘടനകളോടുള്ള, അതായത് രാജഭരണത്തോടും പ്രഭുക്കന്മാരോടുമൊക്കെയുള്ള ഒരു വിപ്ലവകരമായ പ്രതികരണമായിരുന്നു. ഈ ഘട്ടത്തെ നമുക്ക് സ്വേച്ഛാധിപത്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് വിളിക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. ആ കാലഘട്ടത്തിൽ രാജാവിന്റെ വാക്കാണ് നിയമം. സാധാരണക്കാർക്ക് കാര്യമായ അവകാശങ്ങളൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ക്ലാസിക്കൽ ലിബറലിസം എന്ന ആശയം ജനിക്കുന്നത്. അത് നിലവിലുള്ള ഈ വ്യവസ്ഥയെ മുഴുവനായി ചോദ്യം ചെയ്തു. അപ്പോ ആദ്യകാല ലിബറലുകൾ മുന്നോട്ടുവെച്ച പരിഹാരം എന്തായിരുന്നു? അവർക്ക് വേണ്ടിയിരുന്നത് നെഗറ്റീവ് ലിബർട്ടിയായിരുന്നു. അതായത്, ഭരണകൂടം ഞങ്ങളെ വെറുതെ വിടണം, ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുത്. വളരെ സിമ്പിൾ. സർക്കാർ ഒരു രാത്രി കാവൽക്കാരനെ പോലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിച്ചാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട എന്നായിരുന്നു അവരുടെ വാദം. ഈ ആദ്യത്തെ തരംഗത്തിലെ ഹീറോ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആളാണ് ജോൺ ലോക്ക്. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞില്ലേ, സ്വാഭാവിക അവകാശങ്ങൾ, പരിമിതമായ സർക്കാർ എന്നൊക്കെ. ഈ ആശയങ്ങളുടെയൊക്കെ പ്രധാന വക്താവ് അദ്ദേഹമായിരുന്നു. അതുകൊണ്ടാണ് ജോൺ ലോക്കിനെ ലിബറലിസത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. പക്ഷേ എപ്പോഴും സംഭവിക്കുന്ന പോലെ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ വേറൊന്ന് തലപൊക്കും. ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ ആശയങ്ങൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ വ്യവസായ വിപ്ലവം വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. യാതൊരു നിയന്ത്രണങ്ങളുമില്ലാത്ത സ്വതന്ത്ര കമ്പോളം വലിയ സാമ്പത്തിക അസമത്വത്തിന് കാരണമായി. പണക്കാർ വീണ്ടും പണക്കാരും പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരുമായി. ഈ സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടെ വെച്ചാണ് ലിബറലിസത്തിന്റെ ചിന്താരീതിയിൽ വലിയൊരു മാറ്റം വരുന്നത്. സ്വാതന്ത്ര്യം എന്നാൽ എന്താണ് എന്ന ചോദ്യം തന്നെ മാറി. ആരും ശല്യപ്പെടുത്താതിരിക്കുന്നതാണോ സ്വാതന്ത്ര്യം? അതോ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാനുമുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കുന്നതാണോ യഥാർത്ഥ സ്വാതന്ത്ര്യം? ഈ ഒരു ചോദ്യമാണ് ലിബറലിസത്തിന്റെ അടുത്ത ഘട്ടത്തിന് വഴിവെച്ചത്. അപ്പോ ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമെന്ന നിലയ്ക്കാണ് ലിബറലിസത്തിന്റെ രണ്ടാം ഘട്ടം വരുന്നത്. വ്യവസായ യുഗത്തിലെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം. ഇതിനെ നമുക്ക് വിജയിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയാം. ആധുനിക ലിബറലുകൾ ചോദിച്ചത് ഇതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. വിശന്ന് വലയുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് എന്ത് കാര്യം? അതുകൊണ്ട് എല്ലാവർക്കും ശരിക്കുള്ള സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഭരണകൂടം വെറുതെ നോക്കി നിന്നാൽ പോരാ, ഇടപെടണം. എല്ലാവർക്കും വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക സുരക്ഷ പോലുള്ള കാര്യങ്ങൾ നൽകുന്ന ഒരു ക്ഷേമരാഷ്ട്രം ഉണ്ടാകണമെന്ന് അവർ വാദിച്ചു. ഈ സമയത്ത് വന്നൊരു പ്രധാനപ്പെട്ട ചിന്തകനാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജോൺ മെയ്നാർഡ് കെയ്ൻസ്. വിപണിയെ പൂർണ്ണമായും അതിന്റെ പാട്ടിന് വിടരുത്, ആവശ്യമുള്ള ഘട്ടങ്ങളിൽ സർക്കാർ ഇടപെട്ട് സാമ്പത്തിക രംഗത്ത് സ്ഥിരത കൊണ്ടുവരണമെന്നും തൊഴിലവസരങ്ങൾ ഉറപ്പാക്കണമെന്നും അദ്ദേഹം വാദിച്ചു. ഇവിടെയാണ് കഥ വീണ്ടും തിരിയുന്നത്. ഒരു പെൻഡുലം പോലെ ലിബറൽ ചിന്ത വീണ്ടും മറ്റേ അറ്റത്തേക്ക് നീങ്ങാൻ തുടങ്ങി. ഈ ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തോടുള്ള ഒരു പ്രതികരണമായിരുന്നു മൂന്നാമത്തെ തരംഗം. ഇത് സ്വതന്ത്ര കമ്പോളം എന്ന ആശയത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്കായിരുന്നു. 1970കളൊക്കെ ആയപ്പോഴേക്കും പുതിയൊരു ചിന്ത വന്നു.
ഈ ക്ഷേമരാഷ്ട്രം എന്ന ആശയം കാരണം രാജ്യങ്ങൾ സാമ്പത്തികമായി പിന്നോട്ടു പോവുകയാണോ? സർക്കാർ ഒരുപാട് പണം ചെലവാക്കുന്നു, വളർച്ച കുറയുന്നു, ആളുകൾ സർക്കാരിനെ ആശ്രയിച്ചു മടിയന്മാരാവുകയാണോ എന്നൊക്കെയുള്ള വാദങ്ങൾ ശക്തമായി. ഈ പുതിയ ചിന്തയാണ് നിയോ ലിബറലിസം. ഇതിന്റെ പ്രധാന ഐഡിയകൾ എന്തൊക്കെയായിരുന്നു? സർക്കാരിന്റെ വലിപ്പം കുറയ്ക്കുക, സർക്കാർ നടത്തുന്ന കമ്പനികൾ സ്വകാര്യവൽക്കരിക്കുക, വിപണിയിലെ സർക്കാർ നിയന്ത്രണങ്ങൾ എടുത്തുകളയുക, ആഗോളതലത്തിൽ സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, വ്യക്തിയുടെ ഉത്തരവാദിത്തത്തിന് വീണ്ടും പ്രാധാന്യം നൽകുക. ഇതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ. ഈ ഒരു ചിന്തയുടെ പ്രധാന വക്താവായിരുന്നു ഫ്രെഡറിക് ഹായക്. അദ്ദേഹം പറഞ്ഞു, സർക്കാർ ഇങ്ങനെ എല്ലാത്തിലും ഇടപെടുന്നത് അപകടമാണ്. അത് വ്യക്തിസ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി ഒരു തരം ഏകാധിപത്യത്തിലേക്ക് നയിക്കും. വിപണിക്ക് അതിന്റേതായ ഒരു സ്വാഭാവികമായ ക്രമമുണ്ടെന്നും അതിൽ വെറുതെ ഇടപെടരുതെന്നും അദ്ദേഹം വാദിച്ചു. അപ്പോ നമ്മൾ ഈ യാത്രയുടെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഇതുവരെ നമ്മൾ കണ്ട ലിബറലിസത്തിന്റെ ഈ 3 തരംഗങ്ങളെയും അത് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നും നമുക്കൊന്ന് ചുരുക്കി നോക്കാം. ഈ ടേബിൾ നോക്കിയാൽ ഈ 300 വർഷത്തെ കഥ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും. ആദ്യത്തെ ഘട്ടത്തിൽ വ്യക്തിസ്വാതന്ത്ര്യത്തിനായിരുന്നു പ്രാധാന്യം. രണ്ടാം ഘട്ടത്തിൽ അത് സാമൂഹിക ക്ഷേമത്തിലേക്കും സമത്വത്തിലേക്കും മാറി. മൂന്നാം ഘട്ടമായപ്പോഴേക്കും ഫോക്കസ് വീണ്ടും സ്വതന്ത്ര കമ്പോളങ്ങളിലേക്ക് തിരികെ വന്നു. ആ പെൻഡുലത്തിന്റെ യാത്ര ഇതിൽ വ്യക്തമായി കാണാം, അല്ലേ? ഓരോ ഘട്ടവും അതിനു മുമ്പത്തെ ഘട്ടത്തിലെ പ്രശ്നങ്ങളോടുള്ള ഒരു പ്രതികരണമായിരുന്നു. ഏതൊരു വലിയ ആശയത്തെയും പോലെ ലിബറലിസത്തിനും അതിന്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അത് മനുഷ്യാവകാശങ്ങൾക്കും ജനാധിപത്യത്തിനും അടിത്തറയിട്ടു എന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ മറുവശത്ത് അത് സാമ്പത്തിക അസമത്വം കൂട്ടുന്നുണ്ടോ? വ്യക്തിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ സമൂഹത്തിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെടുന്നുണ്ടോ? എന്നിങ്ങനെയുള്ള വലിയ വിമർശനങ്ങളും അത് നേരിടുന്നുണ്ട്. അപ്പോ നമ്മളെത്തി നിൽക്കുന്ന ചോദ്യമിതാണ്. 300 വർഷം മുൻപ് തുടങ്ങിയ ഈ യാത്രയിലെ ആ പെൻഡുലം ഇന്ന് എവിടെയാണ് നിൽക്കേണ്ടത്? വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനാണോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതോ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള നല്ലതിനാണോ? ഇതിന്റെ ശരിയായ ബാലൻസ് എവിടെയാണ്? ഇതൊരു എളുപ്പമുള്ള ഉത്തരമുള്ള ചോദ്യമല്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. വീണ്ടും കാണാം.